ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി സൗജന്യ കശുമാവിൻ തൈ വിതരണം നടത്തി. യു പ്രതിഭ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് സൗജന്യ കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ഒരു ഭാഗത്ത് സമരം നടത്തുന്നു. എന്നാൽ അവിടെ ആവശ്യമായിട്ടുള്ള അവർക്ക് വേണ്ട അവിടെ അത് സംസ്കരിക്കേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ട കശുവണ്ടി ഇല്ലാതെ എങ്ങനെ ഫാക്ടറി തുറന്നല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സമയത്ത് ഒരു ഇരുട്ടക്കാപ്പോട്ട് ഒരു കൂടുതൽ സമരം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും കശുവണ്ടി ഇറക്കുമതി നടത്തിയപ്പോൾ അതിൽ അഴിമതി ഉണ്ടെന്ന് പറയാൻ സ്തംഭിപ്പിക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരം ഒരു പദ്ധതിയിലൂടെ നല്ല ഇനം തൈകളാണ് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന കർഷക കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ കർഷകർക്കായിട്ട് കൊടുക്കുന്നത്. ഭരണിക്കാവ് ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ ധാരാളം സ്ഥലമുണ്ട്. വെള്ളപ്പൊക്കം പ്രാപിക്കുന്ന സ്ഥലമാണ്. അപ്പം ആദ്യ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നത് നെൽകൃഷിയാണ്. ധാരാളം സ്ഥലത്ത് നെൽകൃഷി വ്യാപിപ്പിക്കാനായിട്ട് കഴിയും. എന്നാൽ നെൽകൃഷി നമുക്കറിയാം ഒരു സീസൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രായമായിട്ടുള്ള ചില കാർഷിക നമുക്ക് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഭരണിക്കാവ് പോലുള്ള സ്ഥലത്ത് പറ്റുന്നത് എനിക്ക് വളരെ നല്ലൊരു കണ്ണിങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഈ സ്ഥലത്തിന് പറ്റിയതാണ്. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. സർക്കാരിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സിറ്റ എന്ന് പറഞ്ഞൊരു പദ്ധതി ബാങ്കിലത്തെ കെട്ടിടം വസ്തു വാടകയ്ക്കെടുത്ത് കെട്ടിടങ്ങൾ പണിത് ഇതിനെക്കാട്ടിലും വലിയ നഴ്സറിയും യന്ത്രോപകരണങ്ങൾ സൃഷ്ടിക്കാനുള്ള ട്രാക്ടറുകളും മറ്റ് മെഷീനുകൾ സൃഷ്ടിക്കാനുള്ള യാർഡ് ഒക്കെ ചേർന്നിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ലോകം ഇതിൻ്റെ ബാങ്കിൻ്റെ സൃഷ്ടിച്ചു. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത പുരയിടത്തിലോട്ട് പോയാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മിഷൻ ഒരു പുരയിടത്തിലെ വാഴ്ത്തടികളും ഓലമണലും എല്ലാം നിമിഷ നേരം കൊണ്ട് പൊടിച്ച് അപ്പോൾ തന്നെ ജൈവവളമാക്കി കൊടുക്കുന്ന യന്ത്രം ഇപ്പോൾ അടുത്ത പുരയിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാങ്കിലെ കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏറ്റവും മികച്ച ട്രാക്ടറുകൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കൊയ്ത്തുമതി യന്ത്രം ഇവിടെ കർഷകർക്ക് വേണ്ടിയുണ്ട്. പിന്നെ ഒരു വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരം വെക്കാനുള്ള കുഴി, തെങ്ങെടുക്കാനുള്ള കുഴി, വാഴയെടുക്കാനുള്ള കുഴി, വീടിൻ്റെ പരിസരത്ത് പാത്തിയെടുക്കാൻ, ഗാർഡനിങ്, വീടും പരിസരവും മനോഹരമായിട്ട് ക്ലീൻ ചെയ്യാൻ ഒക്കെയുള്ള, പിന്നെ മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനും ചക്ക പറിക്കാനുമുള്ള ഏണിയും തോട്ടിയും അതിൻ്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ഒരു വീട്ടിലെ പണികൾക്ക് വേണ്ട, പ്രത്യേകിച്ച് കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ വിദഗ്ധന്മാരായിട്ടുള്ള ടെക്നീഷ്യന്മാരെയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബാങ്കിൽ നിന്നും നൽകുന്ന. കർഷകനായ രാധാകൃഷ്ണപിള്ളയ്ക്ക് കശുമാവിൻ തൈ നൽകിക്കൊണ്ടാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. R. ഗംഗാധരൻ, D. വിശ്വനാഥൻ, K. E. നാരായണൻ, M. വിശ്വകുമാർ, അഡ്വക്കേറ്റ് KP. വരുൺ, M. റഹിയാനത്ത്, ബാങ്ക് കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KS. ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. കശുമാവ് കൃഷി വികസന ഏജൻസി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ പ്രദീപ് പദ്ധതി വിശദീകരണം നടത്തി. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള തൈകൾ കർഷകർക്ക് സൗജന്യമായി ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിതരണം ചെയ്തിരുന്നതായി ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സും സെക്രട്ടറി KS. ജയപ്രകാശും അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ളത് മാത്രമാണ്. അത് വളരെ ഗവൺമെൻറ് വളരെ മുതൽ മുടക്കി കശുവണ്ടി എത്തിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ പോലും നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധ്യതയുള്ള ഒരു കൃഷി ഇപ്പോൾ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് പുറത്തു പോകുന്ന കശുവണ്ടി ഇറക്കി അത് ചെയ്ത് സ്വകാര്യ കച്ചവടക്കാർ ഒരു ലാഭം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. എന്നാൽ നമ്മുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയും, അതായത് വിദേശത്തു നിന്ന് വന്ന ഒരു ആണല്ലോ നമ്മൾ പറങ്കിമാവെന്നാണ് അതിന് പറയുന്നത്. പറങ്കികൾ ഇവിടെ കൊണ്ടുവന്ന ഒരു കൃഷി ആണല്ലോ നമ്മൾ. പക്ഷേ കേരളത്തിൽ വളരെയധികം സാധ്യതയുള്ള ഒരു കൃഷിയാണ്. CDNet ന്യൂസ്, കായംകുളം.